അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. പത്തനംതിട്ട കോഴഞ്ചേരി പ്രമാടത്ത് പാറയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹിൽ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ആറന്മുള ക്ഷേത്രവും കോഴഞ്ചേരി പാലവും കോഴഞ്ചേരി കോളേജൊക്കെ ഉൾപ്പെടെ വളരെയധികം സ്ഥലങ്ങൾ, വളരെ മനോഹരമായ സ്ഥലങ്ങൾ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. ഇത് മലയച്ചൻ നട എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന് സമീപമാണ്. നമ്മോടൊപ്പം ഈ നാട്ടുകാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഒരുപാട് ആളുകൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണല്ലേ? ആയിരുന്നു. ഇവിടെ ഇതിൻ്റെ പ്രതിഷ്ഠാ ദിനവും അതുകൊണ്ട് തന്നെ 10ാം ഉദയത്തിൻ്റെ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര പൂജയും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് പൂജയിലും ഒക്കെ സംബന്ധിക്കുന്ന. ഇത് കാണാൻ വളരെ മനോഹരമായ സ്ഥലം. ഇവിടെ നിന്ന് ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ സാധിക്കില്ലേ? സാധിക്കും. നല്ല നല്ല കാഴ്ചകളൊക്കെയാണ്. അത് സന്ധ്യയ്ക്ക് വന്നാലേ ഇതിൻ്റെ എടുപ്പറിയാൻ പറ്റത്തുള്ളൂ. നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ കോഴഞ്ചേരിയിലുള്ള ഇതെല്ലാം ഇങ്ങോട്ട് പ്രവാസങ്ങൾ അടിക്കുന്ന കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമരം ഉൾപ്പെടെ കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ? അതെ, കാണാൻ പറ്റും. ആറന്മുള കൊടിമരം വരെ ഇവിടെ ഇന്ന് കാണാം. ഇപ്പം മൂടൽ മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. 2018 വെള്ളപ്പൊക്കത്തിന് അനേകർ ഇവിടെ വന്ന് ദേശം മൊത്തം കാണത്തക്ക രീതിയിൽ ഇവിടെ വരികയും എടുക്കുകയും വിദേശികളാണെങ്കിലും ഇവിടെ അവധി കിട്ടുന്ന കാലങ്ങളിൽ ചെലവഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോഴഞ്ചേരി നഗരം കണ്ട് ഒരു നല്ലൊരു ഭംഗിയോടെ കാണാൻ സാധിക്കും. അതെ, നല്ലതായിട്ട് കാണാൻ പറ്റും. ഒട്ടുമുക്കാൽ ദേശം ചെറുവപ്പുഴ മുതലുള്ള സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും വലിയ ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് തൊട്ട് സമീപത്ത് തന്നെയാണ് മലയച്ചൻ നട അല്ലേ? ഇവിടെ വലിയ വിശ്വാസത്തോടെ ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. വിശ്വാസമുണ്ട്. പിന്നെ പൂജയും കാര്യങ്ങളും, പിന്നെ ആറന്മുളയെന്ന് ഭഗവാന്റെ സന്നിധാനത്തുനിന്ന് അന്നദാനം കൊണ്ടുവന്ന് ഇവിടെ വിളംബരം ചെയ്യുകയെല്ലാം ചെയ്യും. തീർച്ചയായിട്ടും അത് അത്തരമൊരു മനോഹരമായ സ്ഥലമാണിത്. ആളുകൾക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുവാണെങ്കിൽ പത്തനംതിട്ട കോഴഞ്ചേരിയിലെത്തിയ ശേഷം ഈ അധികം ദൂരമില്ല, 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോഴഞ്ചേരിയിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ളത്. എത്തിയാൽ നല്ലൊരു കാഴ്ച നിങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.